ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗേറ്റ്സ് ആണ്. അപ്പം എന്താണ് ലോജിക് ഗേറ്റ്സ് എന്നുള്ളത്? ഇപ്പം ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ലോജിക് ഗേറ്റ്സിനെയാണ്. ഒരു ഡിജിറ്റൽ സിസ്റ്റം ഏത് ഡിസൈൻ ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് അതിന്റെ ബേസിക്സ് ആണെന്ന് പറയുന്നത് ഗേറ്റ്സ് ആണ്. അപ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ സിസ്റ്റം എന്നുള്ളത് ലോജിക് ഗേറ്റ്സ് ആണ്. രണ്ട് സ്റ്റേറ്റിലായിട്ടാണ് ഇതിന്റെ ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും ഉണ്ടാവും. ഒരു ലോജിക് ഗേറ്റിന് രണ്ട് സ്റ്റേറ്റുകളാണ്. ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന വാല്യൂസും രണ്ടേ ഉള്ളൂ, ഔട്ട്പുട്ട് കിട്ടുന്ന സാധനങ്ങൾ രണ്ടേ ആൾക്കാരേ ഉള്ളൂ. അതാണ് 1 or 0 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്ത് പറയാം? ഹൈ എന്ന് പറയാം, 1ന് ഹൈ എന്ന് പറയാം, അല്ലെങ്കിൽ 0 എന്ന് പറയാം, ഓൺ ആണ് സ്റ്റേറ്റ് എന്ന് പറയാം, ട്രൂ എന്നൊക്കെ പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? ഇതെല്ലാം പറഞ്ഞാലും 1 ആണ്. ലോജിക് സ്റ്റേറ്റ് 1നെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അല്ലെ ലോജിക് സ്റ്റേറ്റ് 0. അപ്പോൾ ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും 1 or 0 ആണ് ഉണ്ടാവുക. അല്ലെ 0 ആണ് നമുക്ക് എന്ത് പറയാം? ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം, ലോ സ്റ്റേറ്റ് എന്ന് പറയാം, ഫോൾ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ ഒരു ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ലോജിക് ഗേറ്റ്സ്. രണ്ട് സ്റ്റേറ്റുകളാണ് ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇൻപുട്ട് വാല്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ രണ്ട് വാല്യൂസ് ആണ്, 1 or 0. അതേപോലെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും 1 or 0 ആയിട്ട്. അപ്പൊ ഇതിൽ ബേസിക് ഗേറ്റ്സ്, നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചു, അതിന് കറസ്പോണ്ടിങ് തന്നെയാണ് ബേസിക് ഗേറ്റ്സ് ഉള്ളത്. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചത് ആൻഡ് ഓർ നോട്ട് ആണ്. ഇതിന് പുറമെ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്? എക്സ്-ഓർ ഉണ്ടായിരുന്നു, എക്സ്-നോർ ഉണ്ടായിരുന്നു, നോർ, നാൻഡ് ഒക്കെ ഉണ്ട്. അതേ ഗേറ്റ്സും അതുപോലെ തന്നെ അവൈലബിൾ ആണ്. എന്താണ് ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ വരുന്ന ടേമാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റിയ എല്ലാ പോസിബിൾ കോമ്പിനേഷനും അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും കാണിക്കുന്ന ടേബിളിനെയാണ് എന്ത് പറയുന്നത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ആൻഡ് ഗേറ്റ് പറയുന്നതിന്റെ രണ്ട് ഇൻപുട്ടുള്ള സാധനമാണെങ്കിൽ അതിൽ ഇൻപുട്സ് ആയിട്ട് വരാൻ പറ്റിയത് എയും ബിയും ആണ്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് അപ്പം ഈ പോസിബിൾ വാല്യൂസ്, രണ്ട് ഇൻപുട്ടാണ്. ഏതൊക്കെ പോസിബിൾ വാല്യൂസ് ഉണ്ടാവുക? 0, 0, 0, 1, 1, 0, 1, 1. ഈ 4 പോസിബിൾ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് കിട്ടുന്ന ഔട്ട്പുട്ട്. രണ്ടും 0 ആകുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ 0 എന്ന് പഠിച്ചു. ഏതെങ്കിലും ഒരാൾ 0 ആയാലും 0 തന്നെയായിരിക്കും അല്ലെ. രണ്ടും 1 ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 1 ആകത്തുള്ളൂ. ഇതല്ലേ ആൻഡ് ഗേറ്റ് നമ്മൾ പഠിച്ചത്. അപ്പം ഇത് എല്ലാ ഇൻപുട്ട് കോമ്പിനേഷനും പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും നമ്മൾ എഴുതി അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എഴുതി വെക്കുന്ന ഈ ടേബിളിനെയാണ് എന്ത് പറയുന്നത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻ വേഴ്സസ് അതിന്റെ ഔട്ട്പുട്ട് കാണിക്കുന്ന ടേബിൾ ആണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ലോജിക് ഗേറ്റ് എന്ന് പറയുന്ന ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ബേസിക് പഠിച്ചത്? നോട്ട്, ആൻഡ്, ഓർ. അല്ലാത്ത സാധനങ്ങളാണ് നാൻഡും നോറും ഒക്കെ വരുന്നത്. ഇതിന്റെ ഗേറ്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ വരുന്നത് ഫസ്റ്റ് നോട്ട് ഗേറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നോട്ടിനെ കാണിക്കുക എന്നുള്ളത് ഇങ്ങനെ, ഈ ഒരു കോംപ്ലിമെന്റ് എന്നിട്ടിട്ട് ഇങ്ങനെ കാണിക്കും. ആൻഡ് ഗേറ്റ് പിന്നെ എ ബി എന്നാണ് നമ്മൾ എഴുതുക. അതേപോലെ നാൻഡ് ആണ് എ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. പിന്നെ ഓർ ആണ് എ ഓർ ബി എന്ന് എഴുതാം. നോർ ആണ് എ ഓർ ബിന്റെ മേലെ കോംപ്ലിമെന്റ്. ഓർ എടുത്തതിന് ശേഷം നോട്ട് കൊടുക്കുന്നു, ഇങ്ങനെ എഴുതാം. ദെൻ എക്സ് ഓർ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. ദെൻ എക്സ് നോർ ആണെങ്കിൽ എക്സ് ഓർ എടുത്തിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ. ഇനി ഇതിന്റെ സിമ്പിൾസ്, ലോജിക് സിമ്പിൾസ് നോക്കിക്കോളെ. സിമ്പിൾസ് അല്ല, ഗേറ്റിന്റെ സിമ്പിൾസ് ആണ്. ഗേറ്റിന്റെ സിമ്പിൾസ് വരുന്നത്, നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ ഇതാണ്. ഒരൊറ്റ ഇൻപുട്ട് ആണുള്ള യൂണിനറി ഓപ്പറേറ്റർ ആണ്. നോട്ട് എന്ന ഒരാൾ മാത്രം മതി. ദെൻ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ആൻഡ്. ദെൻ നാൻഡ് ഗേറ്റിന്റെ കേസിൽ ഇതാണ്. ദെൻ ഓർ ബി എന്ന് പറയുന്നത് ഓർ ഗേറ്റ്. ഇപ്പോ ആൻഡ് ആണെങ്കിൽ ഈ ഒരു കർവ് ഇങ്ങനെയാണ്. അതിന്റെ ഇപ്പുറത്തൊരു ബബിൾ ഇട്ടാലാണ്, കാരണം നമ്മൾ സാധാരണ നോട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബബിൾ ആണല്ലോ. ഇവിടെ ഒരു ബബിൾ ഇട്ടാൽ നാൻഡായി. ഇനി ഓർ ആണെങ്കിൽ രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു. രണ്ട് ഇൻപുട്ടിന്റെ കേസിലാണ് ഓർ വരുന്നത്. ഇതാണ് ഓർ ഗേറ്റ്. ഇവിടെ ഒരു ബബിൾ ഇട്ടാൽ നോറായി. ഇനി എക്സ് ഓർ ആണെങ്കിലോ ഈ ഓറിന്റെ സെയിം സ്ഥാനം തന്നെ മുന്നിൽ ഒരാളും കൂടി വരയിട്ടിട്ട് എക്സ് ഓർ. ഇവിടെ ഒരു ബബിൾ ഇട്ടാൽ എക്സ് നോർ. അതിന്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ. ഇത് കണ്ടോ, ഇൻപുട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണോ കിട്ടുന്നത്. ഇതൊക്കെയാണ് എല്ലാ ടേബിളിലും കാണിച്ചിരിക്കുന്നത് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നോട്ട് ഗേറ്റ് കേസ് ഒറ്റ ഇൻപുട്ടേ ഉണ്ടാവും.
സീറോ കൊടുത്താൽ അതിന്റെ നോട്ട് എന്ന് പറയുന്ന അതിന് ഇൻവേർഷൻ അടുത്ത സിമ്പിൾ ആണ്. അപ്പം ആൻഡ് ഗേറ്റിന്റെ കേസിൽ, ഇപ്പം നോട്ട് ഗേറ്റിന്റെ കേസിൽ സീറോ കൊടുത്താൽ അതിന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻവേർഷൻ അടുത്ത ലോജിക് വാല്യൂസ് നമ്മൾ പറഞ്ഞു 0 or 1 ആണ്. സീറോന്റെ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1ന്റെ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സീറോന്റെ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1ന്റെ ഇൻവേർഷൻ 0 ആണ്. നോട്ട് ഇൻവേർഷൻ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ആണ്. ദെൻ ആൻഡിന്റെ കേസിൽ ആൻഡ് അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം സാധനം, അറ്റ്ലീസ്റ്റ് ഒരു 1 എങ്കിലും വന്നാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ടും വൺസ്, എല്ലാം വൺസ്. ഇപ്പൊ 2 ഇൻപുട്ട് അല്ല 3 ഇൻപുട്ട് ആണെങ്കിലും എല്ലാം വൺസ് ആവുന്ന കേസിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഔട്ട്പുട്ട് 1 കിട്ടത്തുള്ളൂ. ദെൻ ഇവിടെ നാൻഡിന്റെ കേസിൽ എന്താണ്? നേരെ തിരിച്ച് എന്താ, ആൻഡിന്റെ ഇൻവേർഷൻ അല്ലേ, നേരെ ഈ ബാക്കി എല്ലാ കേസിലും 1 വരും. രണ്ടും വൺസ് ആവുന്ന കേസിൽ 0 ആയിരിക്കും. അതേപോലെ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാൾ 1 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം ഇവിടെ 0 or 1 വരുമ്പോൾ 1, 1 or 0 വരുമ്പോൾ 1, 1 or 1 വരുമ്പോൾ 1. ദെൻ ഇപ്പുറത്ത് വരുന്ന നോറിന്റെ കേസിൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ, ഇതിന്റെ 0 or 0 വരുമ്പോൾ ഓർ ആണെങ്കിൽ 0 ആയിരുന്നു. നോർ ആയതുകൊണ്ട് അതിന് 0ന്റെ ഇൻവേർഷൻ എടുത്തു, 1 വന്നു. ഇവിടെയും എന്ത് 0 or 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. നോർ ആയതുകൊണ്ട് 1ന്റെ ഇൻവേർഷൻ. അങ്ങനെയാണ് അങ്ങനെ ചെയ്താൽ മതി. ബേസിക് സാധനം മാത്രം പഠിച്ചിട്ട് ബാക്കി ഒന്ന് ഇൻവേർഷൻ എടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്ത് വെച്ചാലും മതി, ഓർത്ത് വെച്ചാലും മതി. അപ്പം ഇപ്പുറത്തെ കേസിൽ എക്സോറിന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അല്ലെ ഓഡ് നമ്പർ ഓഫ് വൺസ് ഇൻപുട്ടിൽ വരുമ്പോഴാണ് ഔട്ട്പുട്ട് എന്തായാലും മാറും? 1 ആയി മാറും. അപ്പം ഇവിടെ 0 or എക്സോർ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഒരു 1ഉം ഇല്ല, അതുകൊണ്ട് 0. ഇവിടെ നമ്പർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ ഔട്ട്പുട്ട് 1. ഇവിടെ നമ്പർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് ഓഡ് നമ്പർ ആണ്, സോ ഔട്ട്പുട്ട് 1. ഇവിടെ 2 വൺസ് ഉണ്ട്, ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്, സോ ഔട്ട്പുട്ട് 0. ഇനി നേരെ ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്? ഇൻവേർഷൻ ആണ് ഏത്? എക്സ്നോർ എന്ന് പറയുന്നത്. 0ന്റെ അടുത്ത് 0 or 0 എന്ന് പറയുന്നത് എക്സോർ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇൻവേർഷൻ എടുക്കുമ്പോൾ 1 ആയി മാറും. ഇവിടെയും എന്താണ്? 1 ആണ് വരിക. ഒരു ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്നത്. എക്സോർ ആണെങ്കിൽ 1 ആയിരുന്നു, എക്സ്നോർ ആയതുകൊണ്ട് 0 ആയി മാറി. ഇത് എക്സോർ ആണെങ്കിൽ 0 ആണ് വരിക, എക്സ്നോർ ആയതുകൊണ്ട് 1 ആയി. ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ചോദിക്കുക. കുറച്ച് ഗ്യാപ്പ് ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എവിടെയെങ്കിലും ക്ലിയർ ആവാത്ത മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതും വേണ്ട. കാരണം നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതിലൊരു മടിയും ഒരു ഇതും വിചാരിക്കണ്ട. നമുക്ക് എവിടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ പോവാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഗേറ്റ്സ് പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. ബാക്കിയുള്ളവര് റിപ്ലൈ ചെയ്യണേ എല്ലാരും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. A logic circuit that provides high output for both the inputs and both the inputs high, both inputs low is. High output തരും എപ്പോഴൊക്കെ? both the inputs high ആകുമ്പോൾ, both the inputs low ആകുമ്പോൾ high output തരുന്ന ഗേറ്റ് ഏതാ? ആൻസർ വന്ന എല്ലാവരും ആയോ? എല്ലാവർക്കും ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി എന്നത് എക്സ്നോർ ആണ് അല്ലെ. എക്സ്നോറിന്റെ ഗേറ്റ് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ള നോക്കിയാൽ പറയാം. എക്സ്നോർ എന്ന് പറയുന്നത് ബോത്ത് ഇൻപുട്സ് ഹൈ ആകുമ്പോൾ, നമ്മളോട് ചോദിച്ചത് ബോത്ത് ഇൻപുട്സ് ലോ ആകുമ്പോൾ ഹൈ ഔട്ട്പുട്ട് തരുന്ന ഗേറ്റ് അല്ലെ. ബോത്ത് ഇൻപുട്സ് ലോ എന്ന് പറഞ്ഞാൽ 0 0 അല്ലെ കേസ്. ബോത്ത് ഇൻപുട്സ് ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ് കേസ്. ആ കേസുകളിൽ 2 കേസിലും ഔട്ട്പുട്ട് ഹൈ ആണ്, ബാക്കി 2 കേസിലും ഔട്ട്പുട്ട് ലോ ആണ്. ഇനി അടുത്ത ഓപ്ഷൻ ഉണ്ടായിരുന്നത് എക്സോറും ഓറും നാൻഡും ആണ്. എക്സോറും ഓറും നാൻഡും ആണ് ഉണ്ടായത്. ഇതിന്റെ എല്ലാം കേസ് നോക്കാം. 0 0 1 1ലും ഇവിടെ 1 ആണ്, പക്ഷെ ഇവിടെ എന്താണ്? 0 ആണ്. അപ്പൊ ഇതല്ല നമ്മുടെ ഓപ്ഷൻ. അപ്പൊ ഇത് ഓറിന്റെ കേസിലോ, ബോത്ത് ഇൻപുട്സ് ലോ എന്ന് പറയുന്ന കേസിൽ എന്താണ്? ഔട്ട്പുട്ട് 0 ആണ്. നമുക്ക് എന്താ കിട്ടേണ്ടത്? ആക്ച്വലി 1 ആണ്. അപ്പൊ ഇതുമല്ല. ഇതിന്റെ കേസിൽ ഇവിടെ ബോത്ത് ഇൻപുട്സ് ലോവും ബോത്ത് ഇൻപുട്സ് ഹൈയും ആയപ്പോൾ
എന്താണ് ഔട്ട്പുട്ട് 0 ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണം. അതാരും മാത്രമേ ഉള്ളൂ? എക്സ് നോർ. ബോത്ത് ഇൻപുട്സ് ലോവും ബോത്ത് ഇൻപുട്സ് ഹൈയും ആയപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിട്ടുള്ളത് ഇയാൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് റിക്വയർസ് ഇംപ്ലിമെന്റ് ബൂളിയൻ എക്സ്പ്രഷൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഓപ്ഷൻ തന്നത് നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഗ്യാപ്പുള്ളവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് തന്ന എക്സ്പ്രഷന് മുന്നേ പഠിച്ച ബൂളിയൻ ഓൾജിബ്രയിലെ ഇക്വേഷൻസ് വെച്ചിട്ട് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഏതോ ഒന്നുകൂടെ നോക്കി നോക്കുക. ഏതെങ്കിലും ഗേറ്റ് മിസ് ആയിട്ടുണ്ടോ? എനിക്ക് പ്രോബ്ലത്തിന്റെ ടൈം വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ എല്ലാവർക്കും കിട്ടുന്നതാണെങ്കിൽ പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്കൊരു അലോസരമായി തോന്നണ്ടെന്ന് വെച്ചിട്ടാ. ഓക്കെ ആയോ? എല്ലാരും ചെയ്തോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതാണ് നമുക്ക് തന്ന എക്സ്പ്രഷൻ അല്ലെ? എക്സ് വൈ ഓർ എക്സ് വൈ കോംപ്ലിമെന്റ് ഓർ നെക്സ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാല് പ്ലസും കൂടെ മനസ്സിലാവും. എക്സ് കോംപ്ലിമെന്റ് സെറ്റ്. ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചെയ്യാൻ പറ്റിയ മിനിമൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ടിടത്ത് എക്സ് ഉണ്ട്, അതിന് എക്സിനെ അങ്ങ് പുറത്തെടുക്കുക. അപ്പം വൈ ഓർ വൈ കോംപ്ലിമെന്റ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് സെറ്റ്. ഇനി ഇതില് വൈ ഓർ വൈ കോംപ്ലിമെന്റ് ഒരാളും അയാളെ കോംപ്ലിമെന്റും കൂടെ ഓർ ചെയ്താൽ ഓൾവേസ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അപ്പം എക്സ് ആൻഡ് 1 എന്നുള്ളത് എക്സ് മാത്രം ഇട്ടെ. എക്സ് കോംപ്ലിമെന്റ് സെറ്റ്. ഇനി ഇതിനെ നമുക്ക് ഫർദർ മിനിമൈസ് ചെയ്യാൻ പറ്റുമോ? എക്സ് ഓർ എക്സ് കോംപ്ലിമെന്റ് 1 ആണുള്ളത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇനിയിപ്പം വരക്കുവാണെങ്കിൽ വരച്ചിട്ട്. അപ്പോൾ ആദ്യം എക്സും സെറ്റും ആണ് നമുക്ക് ഇനിയുള്ള ഇൻപുട്ട്. വൈന് നമ്മൾ തട്ടി പുറത്താക്കി. അപ്പം ആദ്യം എക്സ് ഓർ അല്ലെ? എക്സ് ഓർ ഒരു ഓർ ഗേറ്റ് വെച്ചു. അതിന്റെ കൂടെ എന്താ ചെയ്യേണ്ടത്? എക്സ് കോംപ്ലിമെന്റ് ആൻഡ് സെറ്റിനെ ഓർ ചെയ്യണം. അപ്പം എക്സിന്റെ ഇവിടെ പക്ഷെ എക്സ് കോംപ്ലിമെന്റ് ആക്കുകയാണെങ്കിൽ ഒരു ഇൻവെർട്ടർ വേണം. എക്സ് കോംപ്ലിമെന്റ് ആൻഡ് സെറ്റ് ആണ്. ആൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആൻഡ് ഗേറ്റ്. ഈ രണ്ടാൾക്കാരെയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതാണ് ഓർ ഗേറ്റിന്റെ എക്സ് ഓർ എന്ന് പറയുന്നത് അല്ലെ? ഓർ ഇല്ല അല്ലെ? എക്സ് ഓർ ഗേറ്റിന്റെ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇയാളാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടാക്കി വരക്കൊക്കെ ചെയ്യാം. ഞാൻ ഓർ ഗേറ്റ് ഇങ്ങോട്ടാക്കി വരച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് എന്ത് വരുന്നു? ഒരു നോട്ട് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റ്, ഒരു ഓർ ഗേറ്റ്. ഇനി നിങ്ങളെ മറ്റേ ഇതിനെ ലോ വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, എ പ്ലസ് ബി സി എന്ന് പറയുന്ന ലോ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെങ്ങനെ എഴുതാ? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്ന് എഴുതാം. എക്സ് ഓർ എക്സ് കോംപ്ലിമെന്റ് ഇൻറ്റു എക്സ് ഓർ സെഡ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി നമുക്ക് കിട്ടുന്നത് എക്സ് ഓർ സെഡാ എന്ന് പറഞ്ഞാൽ ഒരു ഓർ ഗേറ്റിൽ നമ്മുടെ കാര്യം നടക്കും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല? എന്തുകൊണ്ട് അങ്ങനെ പോയില്ല? ഇവിടെ നിങ്ങൾ എപ്പോ ചെയ്യുമ്പോഴും നിങ്ങളെ ഓപ്ഷൻസിൽ ഒരു കണ്ടന്റ് ആയിരിക്കണം. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പൊ ഞാൻ 1 ആൻഡ് 1 ഓർ എന്ന് പറയുന്നത് ഏകദേശം ഒക്കുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഇതാവാം, അല്ലെങ്കിൽ നോട്ട് ഉള്ളതുകൊണ്ട് ഇതും വേണം. ഈ ഒരു എക്സ്പ്രഷനിലേക്ക് തന്നെ നമുക്കൊരു ഓപ്ഷനിലേക്ക് നോക്കിക്കൊണ്ട് വേണം പോകാൻ. അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നത് എനിക്ക് പല സൊല്യൂഷൻ ഇതല്ലാതെ എനിക്കും ഇതല്ലേ ആൻസർ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇതിനേക്കാൾ ഏറ്റവും മിനിമൈസ്ഡ് ആയിട്ടുള്ള സാധനം ഇതാണ്. നമ്മൾ ചോദിച്ചത് മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദ ബൂളിയൻ എക്സ്പ്രഷൻ എന്നാണ് ചോദിച്ചത്. അപ്പം ഇവിടെ ആക്ച്വലി ഒരു ഓപ്ഷൻ കൂടെ തരുവാണെങ്കിൽ, ഒരു ഓർ ഗേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തരുവാണെങ്കിൽ ഇതായിരുന്നു ആൻസർ. പക്ഷെ നമുക്ക് തന്നതിൽ ഇത് ഈ പറഞ്ഞ ആൾക്കാർ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതില് ഈ ഒരാളെ കൊണ്ട് മാത്രമേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഇതിലും മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണ് ആൻസർ മാറുന്നത്. പിന്നെ ആൻസർ പറഞ്ഞാൽ ശരിക്കും അടുത്തൊരു ഓപ്ഷനുള്ള ഓർ ആണ്. മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഗേറ്റേ വേണ്ടു, അത് ഇതാണ്. പക്ഷെ ഇത് പഴയ ഒരു PYQ ആണ്, പഴയ ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഗേറ്റിന് നെറ്റിന് അങ്ങനെ എന്തോ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് എടുത്തിടുമ്പം അവർ ഈ ക്വസ്റ്റ്യൻസ് സെയിം റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനത്തെ കേസിൽ അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കാം. ഓക്കെ.
ഓക്കെ ആണോ? ഓക്കെ. പറഞ്ഞത് നമുക്ക് ഓപ്ഷനിലേക്ക് ഒരു കണ്ണ് വേണം. ഇനി താഴെ പോയാൽ നമുക്ക് ഇനി മിനിമൈസ് ചെയ്ത് കിട്ടും. അതിലെത്തുന്നതിന് മുന്നേ നമ്മൾ പോകുന്ന വഴികളിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മളെ ആൻസറിൽ തന്ന ഓപ്ഷനിൽ തന്ന ആൾക്കാരിലേക്ക് എത്താനുള്ള വഴിയുണ്ടോ നോക്കിക്കൊണ്ട് പോകണം. അടുത്തത് then digital circuit consists of 3 cascaded 2-input NAND gates. One of the input to each gate is the input symbol X. കാസ്കേഡഡ് ആയിട്ടുള്ള കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഔട്ട്പുട്ട് വേറൊന്നിന്റെ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന തന്നെയാണ് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള 2 ഇൻപുട്ട് അല്ല 3 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ്സ് ഉണ്ട്. ഒന്നിന്റെ ഔട്ട്പുട്ട് വേറൊന്നിലേക്ക്, അതിന്റെ ഔട്ട്പുട്ട് വേറൊന്നില്ല, അങ്ങനെയുള്ള രീതിയിൽ. വൺ ഓഫ് ദി ഇൻപുട്സ് ടു ഈച്ച് ഗേറ്റ്, ഓരോ ഗേറ്റിന്റെയും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ആണ്. ആൻഡ് അതർ വൺ ഈസ് ദ ഔട്ട്പുട്ട് ഫ്രം ദ പ്രീവിയസ്. ഒരു ഇൻപുട്ട് എക്സും മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ആളുടെ ഔട്ട്പുട്ട്. എക്സ് ഈസ് ഇൻപുട്ട് ടു ബോത്ത് ദ സിഗ്നൽസ് ഓഫ് ഫസ്റ്റ് ഗേറ്റിന്റെ 2 ഇൻപുട്ടും. ഇപ്പൊ ഒരാളുടെ ഇൻപുട്ട് എക്സ് ആന്ന് പറഞ്ഞു, രണ്ടാമത്തെ ഫസ്റ്റ് ആളുടെ എന്ത് തന്നെയാണ് എക്സ് ആണ്. ബാക്കിയുള്ള 2 ആൾക്കാർക്കും രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസിന്റെ ഔട്ട്പുട്ട് ആണ്. വാട്ട് ഈസ് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ഫ്രം ദ ലാസ്റ്റ് ഗേറ്റ്? നോക്കിയോ ബാക്കിയുള്ളവര് ആദ്യം ഈ മാനറിൽ ഗേറ്റ് വരക്കുക, ഇൻപുട്ട് കൊടുക്കുക, എന്താണ് കിട്ടുന്നതെന്ന് നോക്കിയേ. ഓരോ ഗേറ്റ് ഔട്ട്പുട്ട് എഴുതുക, ഇൻപുട്ട് കൊടുക്കുന്ന കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എഴുതുക, ലാസ്റ്റ് ഫൈനൽ ഗേറ്റ് ഔട്ട്പുട്ട് എടുക്കുക. എന്താ ചെയ്യാനുള്ളത്? എല്ലാവരും റിപ്ലൈ ചെയ്യണേ. അപ്പം എന്താ ആൻസർ വരുന്നത് നോക്കാം. അപ്പം എന്താ പറഞ്ഞേ? 3 നാൻഡ് ഗേറ്റ്സ് എന്നല്ലേ പറഞ്ഞ? ഒരു നാൻഡ് ഗേറ്റ്, അതിന്റെ ഔട്ട്പുട്ട് വേറൊന്നിലേക്ക് കൊടുക്കുന്നു, ഇങ്ങനെയല്ലേ പറഞ്ഞത്. ഇതിന്റെ 2 ഇൻപുട്ടും എന്ത് തന്നെയാന്ന് പറഞ്ഞു? എക്സ് തന്നെയാണ് അല്ലെ? എടുത്തിട്ട് 2 ഇൻപുട്ടും എക്സ് തന്നെയാണ്. ഇയാളിലുള്ള ഒരു ഇൻപുട്ട് എക്സ് ആണ്, മറ്റേ ഇൻപുട്ട് ഇതിന്റെ ഔട്ട്പുട്ടാണ് എത്തി കൊടുത്തത്. ഇയാളുടെ ഒരു ഇൻപുട്ട് എക്സ് ആണ്, അതാണല്ലോ ഈ കണക്ഷൻ കാണിച്ചാലുള്ള മിക്സ്. മറ്റേ ഔട്ട്പുട്ട് ആണ് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് നെക്സ്റ്റ്. ഇനി നമ്മൾ ചോദിച്ച ഇവിടെ എന്ത് കിട്ടും എന്നാണ്. ഇത് രണ്ടും എക്സ് ആകുമ്പോൾ ഇതും കൊടുത്തത് ഇതും കൊടുത്ത എക്സ് ആണ്. എക്സ് ആകുമ്പോൾ എക്സ് ആൻഡ് എക്സ് എന്താ? എക്സ് ആൻഡ് എക്സ് എക്സ് ആണ്. പക്ഷെ ഇവിടെ എക്സ് നാൻഡ് ആണ് അല്ലെ? അപ്പം എക്സ് കോംപ്ലിമെന്റ് കിട്ടിയതിന്റെ കോംപ്ലിമെന്റ്. അപ്പം ഇവിടെയുള്ള എന്താണ്? എക്സ് ആണ് അല്ലെ? ഇവിടെ എക്സ് ആണ്. അപ്പം ഇനി ഇതിന്റെ ഗേറ്റിന്റെ രണ്ടാമത്തെ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? ഇത് ഒന്നാമത്തെ ഗേറ്റിന്റെ നമുക്ക് എക്സ് കോംപ്ലിമെന്റ് കിട്ടും. ഇവിടെ എന്താ വരുന്നത്? എക്സും എക്സ് കോംപ്ലിമെന്റും അല്ലെ? ഈ എക്സ് കോംപ്ലിമെന്റ് അല്ലെ? എക്സും എക്സ് കോംപ്ലിമെന്റും കൂടി എടുത്താൽ എന്ത് വരും? 0 ആയിരിക്കും. ഇനി ഇവിടെ 0 ആൻഡ് എക്സ്, 0 ആൻഡ് എക്സ് എന്താണ്? 0 സോറി, ഇവിടെ നാൻഡ് അല്ലേ വന്നത്? എക്സ് ആൻഡ് എക്സ് കോംപ്ലിമെന്റ് 0 ആണെങ്കിലും ഇവിടെ എന്താ വരിക അന്നേരം? നാൻഡ് ആയതുകൊണ്ട് ഇവിടെ 1 അല്ലേ വരും. മിസ്റ്റേക്ക് പറ്റുമ്പോ പറയണേ. then 1 and x, 1 and x എന്താണ്? 1 and x എന്താണ്? എക്സ് ആണ്. പക്ഷെ നാൻഡ് ആയതുകൊണ്ട് എക്സ് കോംപ്ലിമെന്റ്. നമുക്ക് എന്താണ്? ഓപ്ഷൻ ഡി എക്സ് കോംപ്ലിമെന്റ് ആണ് വരുന്നത്. ഓക്കെ ആണോ ക്വസ്റ്റ്യൻ? ആൻസർ ഓക്കെ ആണോ? സൊല്യൂഷൻ ഓക്കെ ആണോ? എനിക്ക് എന്നിട്ട് വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് നോട്ട് ഇക്വാലന്റ് ടു എക്സ് കോംപ്ലിമെന്റ്? ആരുടെ ഔട്ട്പുട്ടാണ് എക്സ് കോംപ്ലിമെന്റ് കിട്ടാത്തത്? ഓരോ ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ട്രൂത്ത് ടേബിൾ എടുത്തിട്ടോ അല്ലെ ആൻഡ് നോറൊക്കെ വരുമ്പം ആൻഡ് ഓർ എടുക്കുക, കോംപ്ലിമെന്റ് എന്നുള്ള ചിന്തിച്ച്. എന്താ ആർക്കും ആൻസർ വരാത്തെ? നോട്ട് ഇക്വാലന്റ് ടു എക്സ് കോംപ്ലിമെന്റ്, ഔട്ട്പുട്ട് എക്സ് കോംപ്ലിമെന്റ് കിട്ടാത്തതാര്?
എല്ലാരും ചാറ്റിൽ ആൻസർ ചെയ്തിട്ടുണ്ട് മാം. തന്നില്ല. ഉണ്ട്. ഓക്കെ. മേലോട്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് വെച്ചിരുന്നല്ല ഇപ്പൊ. ഓക്കെ. അപ്പം എന്താ വരുന്നത്? എക്സ് ആൻഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് എക്സ് ആണെങ്കിൽ എന്ത് വരും? എക്സ് വരും. ആൻഡ് ആയതുകൊണ്ട് എക്സ് കോംപ്ലിമെന്റ്. എക്സ് ഓർ നോറിന് പകരം ഓർ ആണെങ്കിൽ എക്സ് ഓർ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സ് ആണ്. നോർ ആയതുകൊണ്ട് അതിന്റെ കോംപ്ലിമെന്റ് എക്സ് നോർ. എക്സ് ആൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് ആണ് അല്ലെ? കോംപ്ലിമെന്റ് ആയതുകൊണ്ട് എക്സ് കോംപ്ലിമെന്റ്. എക്സ് ഓർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ്. ഏതെങ്കിലും ഒരാൾ വണ്ണായ ഔട്ട്പുട്ട് വണ്ണായിരിക്കും. ഇവിടെ നോർ ആയതുകൊണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ എല്ലാവർക്കും ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലെ കിട്ടിയത്? ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ലോജിക് എക്സ്പ്രഷൻ ഫോർ ദ ഔട്ട്പുട്ട് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ബിലോ. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മളെ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തേ. ആദ്യം എന്താണ് ഓരോ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്നതോ ഫൈനൽ എന്താണ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നോക്കാം. അത് ഓപ്ഷനിലുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യേണ്ട വഴി നോക്കുക. നമ്മൾ പഠിച്ച ലോകൾ വെച്ചിട്ട് അതിനെ മിനിമൈസ് ചെയ്യാം. ഇവിടെ എ ബി കോംപ്ലിമെന്റ് വരും. ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ സി ആണുള്ളത്. അപ്പം എ പി കോംപ്ലിമെന്റ് ഓൾറെഡി നമ്മൾ എടുത്തു. അതിന്റെ കൂടെ സി എടുക്കുന്നു. അതിന്റെയും കൂടെ കോംപ്ലിമെന്റ്. ഇവിടെ എന്ത് വരും? സി ഡി കോംപ്ലിമെന്റ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും ആണ് നാൻഡ് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എ ബി കോംപ്ലിമെന്റ് സി ഹോൾ കോംപ്ലിമെന്റ്. അതിന്റെ കൂടെ സി ഡി കോംപ്ലിമെന്റ് വന്നു. ഇവിടെ ഒരു ഓൾ കോംപ്ലിമെന്റ്. ഇതുവരെ ചെയ്തവർ ഇത് കറക്റ്റ് ആണോ നോക്കുക. ബാക്കിയുള്ള സൊല്യൂഷനും കൂടെ ചെയ്യും. ഇവിടെ വരെ ആണ് ഈ കോംപ്ലിമെന്റ് വന്നത്. എല്ലാവരും ആൻസർ ചെയ്യണേ. ഇനി അങ്ങോട്ട് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്യാൻ ഇനി ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിമോർഗൻസ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡിമോർഗൻസ് ലോ എന്താന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഡിമോർഗൻസ് ലോ പറയുന്നത്? നമ്മുടെ എ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണുള്ളത്? അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് ആണെങ്കിൽ ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് കോംപ്ലിമെന്റ് കൊടുക്കുന്നു. ആൻഡ് ആയതുകൊണ്ട് അതിനെ ഓറിലേക്ക് മാറ്റുന്നു. ഇനി അതാ നിങ്ങൾക്ക് തന്നതിൽ ഓർ ആണുള്ളത്. എ ഓർ ബി ഹോൾ കോംപ്ലിമെന്റ്. എ നോർ ബി ആണെങ്കിൽ ഓരോന്നിനും ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് കൊടുക്കുന്നു. ഓർ ആയതുകൊണ്ട് ഇതിനെ ആൻഡ് ആക്കി മാറ്റും. ഇതാണ് ഡിമോർഗൻസ് ലോ. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ലോ ആണ് അല്ലെ? ഈ ഒരു ലോ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പോലുള്ള സാധനങ്ങൾ. എല്ലാവർക്കും ആൻസർ ആയോ? 1 2 3 4 5. എല്ലാവരും ഒന്ന് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യൂ. ഇതിനെ നമുക്ക് ആയോ എല്ലാവരും? അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിലിപ്പം ഈ ഒരു പുറത്തുള്ള ആളല്ലേ നമ്മൾ ആദ്യം കൊടുക്കാൻ പറ്റാം. ഞാൻ എടുക്കുന്ന ഇപ്പം ഈ ഒരു നാൻഡിനെയാണ്. എന്ത് ചെയ്യും? രണ്ടാക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ എന്ത് വരും? ഈസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെന്റ് സി ഓൾ കോംപ്ലിമെന്റ് അതുപോലെ ഇട്ടു. ഇനി ഈ ആളല്ലേ മാറാം. ഇത് ഓറായി. ഇപ്പുറത്തുള്ള സി ഡി കോംപ്ലിമെന്റ് അതുപോലെ ഇട്ടു. ഇനി ഓരോരുത്തരും കോംപ്ലിമെന്റ് കൊടുക്കണം. ഇത് ഞാൻ ഓറാക്കിയിട്ടേ ഉള്ളൂ. മേലത്തെ ഇതിന് പകരം ഇവിടെയുള്ള അത് ഈ ഒരു നാൻഡിന്റെ സാധനമാണ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ഓപ്പറൻസിനും കൊടുത്തു. നടുവിലുണ്ടായിരുന്ന ഈ ആൻഡ് മാറിയിട്ട് ഇവിടെ ഓറ മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നാൻഡ് ഉണ്ടല്ലേ? നോട്ട് ഉണ്ട്. ആ നോട്ട് നമുക്ക് എന്താക്കാം ഒഴിവായിക്കളാം. ഈ രണ്ടും എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. എന്ത് വരും? എ ബി കോംപ്ലിമെന്റ് ആൻഡ് സി പ്ലസ് സി ഡി കോംപ്ലിമെന്റിനെ നമുക്ക് ഒഴിവാക്കാം. അത് ഞാൻ സി ഡി എന്നിരുന്നു.
നമ്മുടെ ആൻസറിലേക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഈ പറഞ്ഞ ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അല്ലെ. പറഞ്ഞൊരു ബന്ധം കാണുന്നില്ല. ഇപ്പൊ ഞാൻ എയും സിയും ഒക്കെയാണ്, എ ബി സി വരുന്നുണ്ട്, പക്ഷെ അത് നാൻഡ് ഇല്ല. അപ്പം എ ബി ഓൾ കോംപ്ലിമെന്റ് എന്നുള്ളതിന് നമുക്ക് പിന്നെയും ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് ആൻഡ് സി. ഇങ്ങനെ പോയാൽ എത്തൂലേ. സി ഡി, ഇവിടെ സി ഡി ആയിട്ടുണ്ട് നമുക്ക്. ദെൻ ഇതിൽ ഞാൻ എ കോംപ്ലിമെന്റ് സീനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ എ കോംപ്ലിമെന്റ് സി, ബി കോംപ്ലിമെന്റ് സി, സി ഡി. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഞാൻ പറഞ്ഞ ഓപ്ഷൻ ബി ആണ് അല്ലെ. എ കോംപ്ലിമെന്റ് സി, ബി കോംപ്ലിമെന്റ് സി ഓർ ബി കോംപ്ലിമെന്റ് സി ഓർ സി ഡി. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? അടുത്തൊരു കൺസെപ്റ്റ് ആണ്. നമ്മള് രണ്ട് ഗേറ്റ്സ്, നാൻഡും നോറും ഗേറ്റ്സിന് അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് നാൻഡും നോറിനെ അറിയപ്പെടുന്നത്. കാരണം നമ്മള് ഡിഫറെന്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ കുറച്ച് നാൻഡ് ഉണ്ടാക്കണം, കുറച്ച് ഓർ ഉണ്ടാക്കണം, കുറച്ച് എക്സോർ ഉണ്ടാക്കുക എന്നെല്ലാം പറഞ്ഞാൽ ഒരു വലിയ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ നിന്നാല് ഇതെല്ലാം കോസ്റ്റ് കൂടുന്ന പരിപാടിയാണ്. പക്ഷെ ഈ നാൻഡ് ആൻഡ് നോറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആരെയും ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. ഏതൊരു സർക്യൂട്ടിനെയും ഏതൊരു ഗേറ്റിനെയും നാൻഡ് ഗേറ്റ് ഓർ അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ് വെച്ചുണ്ടാക്കാം. അതേപോലെ ഏതൊരു ഗേറ്റിനെയും നോർ ഗേറ്റ് വെച്ചുണ്ടാക്കാം. അപ്പൊ എന്താ, നമുക്ക് ഇതിനായിട്ട് ബൾക്ക് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും. കുറച്ച് ആൻഡും കുറച്ച് ഓറും കുറച്ച് നോട്ടും കുറച്ച് എക്സോർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡിഫറെന്റ് മാനുഫാക്ചറിങ് ആവശ്യം വരും അല്ലേ. അത് ചിലപ്പോൾ അത്ര ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഇത് ബൾക്കായിട്ട് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുന്നതാണ് ഇതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവ്. ഇപ്പം നാൻഡ് വെച്ചിട്ട് ആരെയും റിയലൈസ് ചെയ്യാം. ഏത് സർക്യൂട്ടിനെ വേണമെങ്കിലും നമുക്ക് നാൻഡ് വെച്ച് ഉണ്ടാക്കാം. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഒരാളെ തന്നെ ഉണ്ടാക്കിയാൽ മതി, പല ആൾക്കാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നോർ ഗേറ്റ് വെച്ചിട്ടും എല്ലാവരും റിയലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാൻഡ് നോറിനെ എന്താ അറിയപ്പെടുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ്സ്. അതിന്റെ റീസൺ ഇതാണ്. എന്താ, ആ ഗേറ്റ് കൊണ്ട് വേറെ ഏത് ഗേറ്റിനെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുക പഠിക്കുന്നത്. ഇത് ഒരു നോട്ട് ഗേറ്റിന് അങ്ങനെ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം. നോട്ട് ഗേറ്റിന്റെ കേസിൽ എന്താ, ഒരു 1 കൊടുത്ത 0 കിട്ടണം, 0 കൊടുത്ത 1 കിട്ടണം അല്ലെ. ഞാൻ ഇങ്ങനെ കൊടുത്തു. ഈ രണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പരിപാടി ഇല്ലേ, ഇവിടെ ഞാൻ എ ആ കൊടുക്കുന്നെങ്കിൽ എയും തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നാൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ് എ ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആണ് അല്ലെ. നാൻഡ് എടുക്കുമ്പോൾ എ കോംപ്ലിമെന്റ് കിട്ടും. ഇവിടെ ഞാൻ എയും കൊടുത്തു, ഇവിടെയും എ ആണ് കൊടുക്കുന്നത്. എ ആൻഡ് എ എന്ന് പറഞ്ഞാൽ എ ആണ്, ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും, എ കോംപ്ലിമെന്റ്. നമ്മൾ യൂസ് ചെയ്തത് നോട്ട് അല്ല, ഇൻവെർട്ടർ ഗേറ്റ് അല്ല യൂസ് ചെയ്തത്, നോട്ട് ഗേറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്തത് നാൻഡ് ഗേറ്റ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നോട്ട് ഗേറ്റിന്റെ അതേ ഫംഗ്ഷൻ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റി. ഇനി ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നോക്കാം. ആൻഡ് ഗേറ്റ് ഉണ്ടാക്കണമെങ്കിലോ അതൊരു നാൻഡ് ഗേറ്റ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, എ ആൻഡ് ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു അത് തന്നെയാണ് രണ്ട് ഇൻപുട്ടും ഗേറ്റിന്റെക്കുള്ള അതിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻവേർഷൻ ആണ് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, ആൻഡ് കിട്ടില്ലേ. ഇവിടെ എ ബി കോംപ്ലിമെന്റ് ആണ്, ഇവിടെ എന്താ അതിന് ഇൻവേർഷൻ എടുക്കുമ്പോൾ എ ബി കോംപ്ലിമെന്റ് ഇത് ക്യാൻസൽ ആയിട്ട് എ ബി തന്നെ കിട്ടും. ഇനി ഓർ ഗേറ്റ് ഉണ്ടാക്കണമെങ്കിലോ ഇവിടെ ഇതാ എ കോംപ്ലിമെന്റ്, ഇതെന്താണ് ബി കോംപ്ലിമെന്റ്. ഇനി ഇതിനെ നാൻഡ് ചെയ്യുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഇതിനെ നാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഓർ ബി. ഇവിടെ എന്താ എ ഓർ ബി കിട്ടും. ഇനി അതിന് പിന്നെ ഇത് ഇവിടെ വരെ നമുക്ക് ഇത് ഓർ ഗേറ്റ് ആയി. നോർ ഗേറ്റിന്റെ കേസിലോ ഇവിടെ എ ഓർ ബി കിട്ടി അല്ലെ. അതിന് പിന്നെ രണ്ട് ഇൻപുട്ടും അത് തന്നെയായിട്ട് കൊടുക്കുന്ന കോംപ്ലിമെന്റ് ആണ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചത്. എ ഓർ ബി ഓൾ കോംപ്ലിമെന്റ് എന്നാണ് നോറായി. ആൻഡ് നമ്മുടെ കേസിൽ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ ഈ ഡയഗ്രാം പഠിക്കണം, അത് വേറെ കാര്യം. ഇനി അതല്ലാതെ ഇന്നും കൂടെ പഠിക്കണം, എത്ര ഗെയിൻസ് ഒരു നോട്ട് ഗേറ്റിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട് ഗേറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1,
നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് പറയാം. നോട്ട് ഗേറ്റ് നാൻഡ് ഗേറ്റ് വെച്ചുണ്ടാക്കുമ്പോൾ ഒരു നാൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ആണ് 2, ഓർ ഗേറ്റ് ആണ് 3, നോർ ഗേറ്റ് ആണ് 4. നിങ്ങൾ ഈ ഓർഡറിൽ പഠിച്ചാലും മതി. എന്താണ്? നോട്ടാണ് 1, ആൻഡ് ഓർ നോർ 1 2 3 4. ഇനി അടുത്ത വരുന്ന എന്താണ്? എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ഗേറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് വേണേ ഈ ഒരു സാധനം ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താ ചെയ്ത ഇത് പറഞ്ഞുതരാം. എക്സോർ ബി എന്ന് പറഞ്ഞാൽ എ ബി കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിന്. ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. ഞാൻ ഇവിടെയും എ ബാർ കൂട്ടിച്ചേർക്കുന്നു, ബി ബാറും കൂട്ടിച്ചേർക്കുന്നു. ബാക്കി 2 ടേം അതേപോലെ തന്നെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതിൽ നിന്ന് എ ഓർ ബി. ഇതിൽ രണ്ടിൽ നിന്ന് എ ബാറും ബി ബാറും ഇതിൽ നിന്നും എ കോമൺ ആയിട്ട് പുറത്തെടുത്തു. എ ബാറും ബി ബാറും. ഇനി ഇതിൽ രണ്ടിൽ നിന്നും ആരെ കോമൺ ആയിട്ട് പുറത്തെടുത്തു? ബിനെ പുറത്തെടുത്തു. എ ബാർ ഓർ ബി ബാർ. ഇനി എന്ത് ചെയ്യുന്നു? ഈ 2 ടേമിൽ നിന്നും ഇതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? എ ബി ബാർ എഴുതി. ഇതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്ത്? എ ബി ബാർ എഴുതി. അതിനുശേഷം ഇതിന് 2 പ്രാവശ്യം കോംപ്ലിമെന്റ് എടുക്കുന്നു. കാരണം ഇതിന് ഈക്വൽ ആണ്. 2 പ്രാവശ്യം കോംപ്ലിമെന്റ് എടുക്കുന്നതും നേരെ തരുന്നതും ഈക്വൽ ആണെന്നുള്ള ഇത് ചെയ്തു. അതിനുശേഷം ഇതിന് ഡിമോർഗൻസ് ലോ, ഉള്ളിലത്തെ കോംപ്ലിമെന്റ് വെച്ചിട്ട് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ആൻഡ് മാറിയിട്ട് ഓർ മാറിയിട്ട് ആൻഡ് ആയി. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഉള്ളിലത്തെ കോംപ്ലിമെന്റ് ഇത് മുഴുവൻ ഇവിടെ വന്നു. ഇതിവിടെ മറ്റേ ഇപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാൻഡ് ഗേറ്റ്. ഇത് മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടെ വരെ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തത്. ഓൾറെഡി നമ്മൾ എ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തത്, ഇത് നാലാമത്തത്, ഫുൾ ചെയ്യാൻ വേണ്ടി അഞ്ചാമത്തത്. അപ്പൊ നാൻഡ് ഗേറ്റിന്റെ ഒരു റിയലൈസേഷനിലായി മാറി. ഇവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ എല്ലാം ഓർന്ന് കിടക്കുന്നുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് ആൻഡ് അല്ലെ നാൻഡ് എന്നുള്ള രീതിയിൽ വരണം. അപ്പൊ ഇതാണ് അതിന്റെ സർക്യൂട്ട്. ഈ ഒരു എക്സ്പ്രഷന്റെ സാധനമാണിത്. ഇവിടെ എന്ത് വരുന്നു? എ ബി കോംപ്ലിമെന്റ് ഇവിടെ എടുത്ത് വെച്ചു. ഇതിന്റെ കൂടെ എ ചെയ്തിട്ട് എ ബി കോംപ്ലിമെന്റ് ഇവിടെ കിട്ടി. അതേപോലെ ബി ചെയ്ത സാധനമാണ് ഇത്. ബി എ ബി കോംപ്ലിമെന്റ്. ഇനി അതിന്റെ രണ്ടിന്റെ നാൻഡ് ചെയ്ത സാധനമാണ് ഇടാ നമ്മളെ ഫൈനൽ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത്? എക്സ് ഓർ ബി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എത്ര ഗേറ്റ് വന്നു? 3 4 ഗേറ്റ്. ബ്രേക്കിൽ നിങ്ങൾ നോക്കിയേ. സോറി, സെക്കൻഡ്. ഇവിടെ 4 എണ്ണം, ഇവിടെ 1 2 3 4 അല്ലെ. നോറിനും എക്സോറിനും എന്താ വരുന്നത്? 4 ഗേറ്റ് ആണ് വരുന്നത്. ഇനി എക്സ് നോർ എടുക്കുവാണെങ്കിൽ 5 വരെ ഒരാളും കൂടെ വരും അല്ലെ. ഇത് എക്സോർ ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഒന്നിൽ കൊടുത്താൽ മതി, എക്സ് നോർ. അപ്പം ആ ഓർഡറിൽ ഒന്ന് പഠിച്ചു കൊടുക്കാം. ദെൻ വരുന്നത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിന്റെ കേസിൽ ഇതേപോലെ തന്നെ എന്താണ്? നോട്ട് എന്ന് പറയുന്നത് എ ഓർ എ എന്ന് പറഞ്ഞാൽ എ ആണ്. കോംപ്ലിമെന്റ് എടുത്താൽ എ കോംപ്ലിമെന്റ് ഉണ്ട്. ഇവിടെ നോറിനെ വെച്ചിട്ട് ഓറിനെ ചെയ്യണം. നോറാണ് ഓറാണ് ആദ്യം വരും. ഈ ഓർഡറിൽ ചെയ്താൽ ഇത് 1 വരും, ഇവിടെ 2 കിട്ടും. അപ്പൊ ഇവിടെ എ നോർ ബി കിട്ടും, അതിനൊന്നും കൂടി കോംപ്ലിമെന്റ് എടുത്താൽ എ ഓർ ബി ആയി. നേരത്തെ പറഞ്ഞ പോലെ ഡിമോർഗൻസ് ലോ ചെയ്താൽ നിങ്ങൾക്ക് ആൻഡും കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഇതാണ് ആൻഡ് ഗേറ്റിന്റെ 3 എണ്ണം. ഇനി നാൻഡ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം. ഇപ്പൊ ഓർഡറിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് 1 എൻഡ്, പിന്നെ ഏത് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് അയാളെ കോംപ്ലിമെന്റ് അല്ലാത്തത്. അപ്പൊ ഇവിടെ ഓർ, ദെൻ ആൻഡ് നാൻഡ്. നേരത്തെ കേസിൽ നേരെ തിരിച്ചു വരും. നാൻഡ് വെച്ചിട്ടാണെങ്കിൽ നാൻഡ് വെച്ചിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടണമെങ്കിൽ ആദ്യം നോട്ട് വന്നു, ദെൻ ആൻഡ് വന്നു, എന്നിട്ട് നാൻഡ് നല്ല രീതിയിൽ വെച്ചു. സോറി, ഇനി എക്സോർ ആണെങ്കിൽ അതിന്റെ റിയലൈസേഷൻ കണ്ടെത്ത മെത്തേഡ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് എക്സ് ഓർ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ വേണം എന്നില്ല.
ഒന്ന് ഈ ഡയഗ്രാം പഠിച്ചു വെച്ചാൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇനി നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളിലുള്ളൂ. കാരണം ഇതിലിപ്പോ ചെയ്തത് എ എക്സോർ ബിയും ചെയ്തു വെച്ചു, അതുപോലെ എ എക്സ്നോർ ബിയും എക്സ് നോർ ബിന്റെ കോംപ്ലിമെന്റ് പിന്നെ എടുത്തു. അത് എന്ന് പറഞ്ഞാൽ എക്സോർ ബി ആണ്, രണ്ടും ഈക്വൽ ആണ്. ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ എക്സോർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എത്ര ഗേറ്റ് ആണ്? 1 2 3 4 5 ഗേറ്റ്സ് ആണ് വരുന്നത്. നോർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കണം. ചോദിക്കുന്ന സാധാരണ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്നത് ഇത് എന്തിന്റെ ഏത് ഗേറ്റ് ആണ്ട് റിയലൈസേഷൻ ആണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ എക്സ്നോറിന്റെ സാധനമാണ് ഇത് കിടക്കുന്നത്. ഇതിൽ 4 ഗേറ്റ് ആണ്. ഓർ വെച്ചിട്ട് എക്സ്നോറിന് 4 എക്സോറിന് 5 ആണ്. ഓർ വെച്ചിട്ട് എക്സ്നോറിന് 4 എക്സോറിന് 5 ആണ്. മിനിമം നമ്പർ ഓഫ് എടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു എണ്ണം നോക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇതാ എല്ലാത്തിന്റെ ഒന്ന് നമ്പർ നോക്കി വെച്ചേ, അല്ലെ ഡയഗ്രാം ഒന്ന് നോക്കി മനസ്സിലാക്കിയേ. വൺ ടു ത്രീ നോറിന് 4 എക്സോറിന് 4 എക്സ് നോർ എത്തുമ്പോൾ 5 1 2 3 4 5. ഇവിടെ നോട്ട് ആൻഡ് ദെൻ നാൻഡ് സോറി നോട്ട് ഓർ ആൻഡ് നാൻഡ് അതുപോലെ എക്സോറിന് 5 എക്സ്നോറിന് 4. ഈ ക്വസ്റ്റ്യൻ ചെയ്ത മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് എക്സോർ ഫംഗ്ഷൻ ഈസ്. അപ്പൊ എല്ലാവർക്കും ഓപ്ഷൻ സി ആണല്ലേ വന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 4. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് നാൻഡ് വെച്ചിട്ടാണെങ്കിൽ 4 എണ്ണം നമ്മൾ ചെയ്ത് 4. ഐഡന്റിഫൈ ദ ലോജിക് ഫംഗ്ഷൻ. Identify the logic function performed by the circuit shown in figure. 4 എണ്ണമാണ്. അങ്ങനെ നമ്പർ നോക്കിയിട്ട് ഏകദേശം ഒന്ന് ചെയ്യാം അല്ലെ. 4 എണ്ണമാണ്. നോർ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എക്സ് നോർ ആണ് അല്ലെ. നമ്മുടെ ഡയഗ്രത്തിൽ പിന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്.